നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ BA എക്കണോമിക്സ് ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്ന പേപ്പറിലെ 6ാമത്തെ ബ്ലോക്കിലെ 1ാമത്തെ യൂണിറ്റ് ആണ്. 1ാമത്തെ യൂണിറ്റ് എന്താണ്? മീനിങ് ആൻഡ് റൂൾസ് ഓഫ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മീനിങ് ഓഫ് ഇന്റഗ്രൽസ്. എന്താണ് ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ, ഇൻ സിമ്പിൾ ടേംസ് ഇന്റഗ്രേഷൻ ഈസ് ദ പ്രിസൈസ് ഓപ്പോസിറ്റ് ഓഫ് ഡിഫറൻഷിയേഷൻ. ഡിഫറൻഷിയേഷന്റെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇന്റഗ്രേഷൻ ഓർ ആന്റി ഡിഫറൻഷിയേഷൻ ഈസ് റിവേഴ്സിംഗ് ദ പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ ആൻഡ് ഫൈൻഡിങ് ദ ഒറിജിനൽ ഫംഗ്ഷൻസ് ഫ്രം ദ ഡെറിവേറ്റീവ്സ്. അതായത് ഡിഫറൻഷിയേഷന്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുന്ന ഫോർമുല എന്താണ്? ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡി എക്സ് ആണ്. നമുക്ക് റൂൾസ് ഉണ്ട്, അതായത് ഇന്റഗ്രേഷന്റെ റൂൾസ് ഉണ്ട്. അത് നോക്കാം. നമുക്ക് ഇന്റഗ്രേഷൻ എന്താണെന്ന് മനസ്സിലായോ? ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറൻഷിയേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. പ്രിസൈസ് ഓപ്പോസിറ്റ് ഓഫ് ഡിഫറൻഷിയേഷൻ. ഇനി നമുക്ക് ഇന്റഗ്രേഷന്റെ റൂൾസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് റൂൾ എന്താണ്? ഇന്റഗ്രൽ ഓഫ് എ കോൺസ്റ്റന്റ്. നമ്മൾ എല്ലാത്തിലും പറയുന്ന പോലെ ഒരു കോൺസ്റ്റന്റ് കെ ആണെങ്കിൽ, ഒരു വാല്യൂ കോൺസ്റ്റന്റ്, ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഓഫ് കോൺസ്റ്റന്റ് കെ ആണെങ്കിൽ കെ പ്ലസ് സി, അതായത് ഫസ്റ്റ് റൂളാണ് നമ്മൾ പഠിക്കുന്നത് ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷന്റെ ഫസ്റ്റ് റൂൾ ആണ് പറയുന്നത്. ഒന്നാമത്തെ റൂൾ എന്താണ്? കെ എന്ന, അതായത് ഇന്റഗ്രേഷൻ കെ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇന്റഗ്രേഷന്റെ സിമ്പിൾ ആണ് ഇത്. ഇതാണ് ഇന്റഗ്രേഷന്റെ സിമ്പിൾ ആണ് ഇത്. കെ ഡി എക്സ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് സി. അതായത് റൂൾ 1 എന്താണ്? നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ കെ ഡി എക്സ് കാണാനാണെങ്കിൽ ഇന്റഗ്രൽ കെ ഡി എക്സ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് സി ആണ് എന്തെന്ന് പറയുന്നത്, ഇതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂസ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? ഇതിന് വെച്ചാണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ, ക്വസ്റ്റ്യൻ എന്താന്ന് ചോദിച്ചാൽ ഡിറ്റർമൈൻ ദ ഫോളോവിങ് ഇന്റഗ്രൽസ് ആൻഡ് ചെക്ക് ദ ആൻസർ ഓൺ യുവർ ഓൺ by making sure that the derivative of the integral equals to the integral. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്താണ്? ക്വസ്റ്റ്യൻ ആണ് ഇന്റഗ്രൽ 5dx. ഇന്റഗ്രൽ 5dx എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 5dx എന്ന് പറയുമ്പോൾ 5x plus c. ഓക്കെ, 5x plus c, അതായത് 5ന് 2, x-ന് 2 plus c. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? വേറൊരു ക്വസ്റ്റ്യൻ ആണ് 8.5 dx. ഇന്റഗ്രൽ 8.5 dx. ഇതെങ്ങനെ വരും? 8.5 x plus c. ഓക്കെ, സിമ്പിൾ ആണ്. എന്താ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്? കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സംഖ്യ ആണെങ്കിൽ കോൺസ്റ്റന്റ് പ്ലസ് എക്സ് പ്ലസ് സി. ഓക്കെ, അങ്ങനെയാണ് വരിക. ഇനി നെക്സ്റ്റ് ഒരു രണ്ടാമത്തെ റൂളാണ് പറയുന്നത്. ദ ഇന്റഗ്രൽ ഓഫ് 1 റിട്ടേൺ സിംപ്ലി ആസ് ഡി എക്സ് നോട്ട് 1 dx. അതായത് ഇപ്പോൾ ഒരു ഡി എക്സ് ഉള്ളെങ്കിൽ നമ്മൾ അത് എന്താണ് എഴുതുക? 1 dx എന്നല്ല എഴുതുക, വെറും dx എന്ന് മാത്രമാണ് എഴുതുക. അതായത് റൂൾ 2 എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ dx ഈക്വൽ ടു dx. ഓക്കെ, dx ഈക്വൽ ടു എക്സ് പ്ലസ് സി. ഇവിടെ എന്ന് പറഞ്ഞാല് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു വാല്യൂസ് അങ്ങനെ 1, 2, 3 അങ്ങനെ ഡിനോട്ട് ചെയ്തിട്ടില്ല. ഈ ഡി എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? 1 dx എന്നാണ്. 1 dx ഇന്റഗ്രൽ 1 dx ഈക്വൽ ടു എക്സ് പ്ലസ് സി എന്നാണ്. അപ്പോൾ ഇനി മൂന്നാമത്തെ റൂളാണ് പവർ റൂൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് പവർ റൂൾ ഓഫ് ഇന്റഗ്രേഷൻ. ദ ഇന്റഗ്രേഷൻ ഓഫ് എ പവർ ഫംഗ്ഷൻ x raised to n where n not equal to -1 is given by. എങ്ങനെയാണ് ഇത് വരിക? റൂൾ 3 വരിക. റൂൾ 3 എങ്ങനെ വരാം? ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്നാണെങ്കിൽ എങ്ങനെ വരും? 1 divided by n plus 1 എക്സ് റേസ് ടു n plus 1 plus c. ഇവിടെ n എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു -1.
ഓക്കെ, അപ്പൊ നമുക്ക് റൂൾ 3 പവർ റൂൾ വന്നാൽ ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഇൻറ്റു ഡി എക്സ് എന്ന് വന്നാൽ നമ്മൾ എങ്ങനെ കാണണം? 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് 1 പ്ലസ് സി. ഇവിടെ എൻ എന്ന് പറയുന്നത് -1 ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ പവർ റൂൾ മനസ്സിലാവാന്? പവർ റൂൾ മനസ്സിലാവാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമൈൻ ദ ഫോളോവിങ് ഇന്റഗ്രൽസ്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? ഇന്റഗ്രൽ എക്സ് റേസ് ടു 4dx എക്സ് റേസ് ടു 4dx. ഇങ്ങനെ നമ്മൾ എങ്ങനെ ചെയ്യണം? അത് നമ്മൾ എന്ത് ചെയ്യണം? 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. എൻ എന്ന് പറയുന്നത് 4 പ്ലസ് 1 ഇൻറ്റു എക്സ് ഈക്വൽ ടു 4 പ്ലസ് 1 പ്ലസ് സി. ഓക്കെ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈക്വൽ ടു 1/5 ഇൻറ്റു എക്സ് റേസ് ടു 5 പ്ലസ് സി. ഇങ്ങനെയാണ് ആൻസർ വരിക. ഓക്കെ, 1/5 ഇൻറ്റു എക്സ് റേസ് ടു 5 പ്ലസ് സി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? വേറൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ് റേസ് ടു 2/3 എന്നാണ് കൊടുത്തിട്ടുള്ളത്. 2/3 dx എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? 2/3 എന്നാണെങ്കിൽ നമ്മൾ 1 ഡിവൈഡഡ് ബൈ 2/3 പ്ലസ് 1 എക്സ് റേസ് ടു 2/3 പ്ലസ് 1 പ്ലസ് സി. ഇങ്ങനെയാണ് വരിക. ഓക്കെ, അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 3/5 എക്സ് റേസ് ടു 5/3 പ്ലസ് സി. ഇങ്ങനെ വരും. നമ്മൾ അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ ഈ ഒരു രൂപത്തിൽ വരും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് റൂട്ട് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ ഓഫ് റൂട്ട് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? റൂട്ട് എഫ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ ഓഫ് 1/x² dx. അതായത് ഈ റൂട്ട് എന്നുള്ളത് റൂട്ട് ഒഴിവാൻ വേണ്ടിയിട്ട് 1/x² എന്ന് എഴുതിയാൽ സെയിം ആണ്. ഈ റൂട്ട് എക്സ് ഡി എക്സും ഇന്റഗ്രൽ 1/x² dx സെയിം ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈക്വൽ ടു 2/3 എക്സ് റേസ് ടു 3/2 പ്ലസ് സി എന്ന് വരും. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ റൂൾ പറയുന്നത്. മൂന്നാമത്തെ റൂൾ പവർ റൂൾ ആണ്. പവർ റൂൾ ഓഫ് ഇന്റഗ്രേഷൻ. നെക്സ്റ്റ് നമ്മൾ 1, 2, 3 റൂൾസ് പറഞ്ഞു. ഇനി മൂന്നാമത്തെ റൂൾ, നാലാമത്തെ റൂളാണ് നെക്സ്റ്റ് പറയുന്നത്. ലോഗരിതമിക് റൂൾ ഓഫ് ഇന്റഗ്രേഷൻ. നാലാമത്തെ റൂൾ എങ്ങനെയാണ്? റൂൾ 4 ആണ് നെക്സ്റ്റ് പറയുന്നത്. റൂൾ 4 എങ്ങനെയാണ്? ദ ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു -1 ഈസ് ഓർ 1/x ഈസ്. അതായത് 1/xന്റെ ഒക്കെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എങ്ങനെ വരും? ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു -1 dx അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു നാച്ചുറൽ ലോഗ് എക്സ് പ്ലസ് സി എന്നായിരിക്കും. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആവും. അതായത് എങ്ങനെയാണ്? നാലാമത്തെ റൂൾ എന്താണ്? ഇന്റഗ്രൽ എക്സ് റേസ് ടു -1 dx എന്നാണെങ്കിൽ നാച്ചുറൽ ലോഗ് എക്സ് പ്ലസ് സി എന്നായിരിക്കും. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദ കണ്ടീഷൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ഈസ് ആഡഡ് ബിക്കോസ് ഓൺലി പോസിറ്റീവ് നമ്പേഴ്സ് ഹാവ് ലോഗരിതംസ് ഫോർ നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ എങ്ങനെ വരിക? ഇത് പോസിറ്റീവ് നമ്പേഴ്സിനാണ്. നെഗറ്റീവ് നമ്പേഴ്സിനാണെങ്കിൽ ഇന്റഗ്രൽ എക്സ് റേസ് ടു -1 dx ഈക്വൽ ടു നാച്ചുറൽ ലോഗ് എക്സ് പ്ലസ് നാച്ചുറൽ ലോഗ് mod x പ്ലസ് സി എന്നായിരിക്കും. ഓക്കെ, എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂസ് ആണെങ്കിൽ ഇക്വേഷൻ വരിക ഇങ്ങനെയും, നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. അതാണ് റൂൾ നാലാമത്തെ റൂളിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് അഞ്ചാമത്തെ റൂളാണ് എക്സ്പോണൻഷ്യൽ റൂൾ ഓഫ് ഇന്റഗ്രേഷൻ. എക്സ്പോണൻഷ്യൽ റൂൾ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പോണൻഷ്യൽ റൂൾ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ദ ഇന്റഗ്രേഷൻ ഓഫ് ആൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിന്റെ അതെന്താണ്? റൂൾ 5 ആണ് പറയുന്നത്. റൂൾ 5 എക്സ്പോണൻഷ്യലിന്റെ എന്താണ് വരിക? എക്സ്പോണൻഷ്യൽ ആണെങ്കിൽ എങ്ങനെ വരും? ഇന്റഗ്രൽ എ റേസ് ടു kx dx equal to a raised to kx divided by k into natural log a plus c. Okay, ഇങ്ങനെയാണ് വരിക. ഓക്കെ, റൂൾ 5 അതായത് എക്സ്പോണൻഷ്യൽ റൂൾ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എ റേസ് ടു kx ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു എ റേസ് ടു kx ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു നാച്ചുറൽ ലോഗ് എ എന്നാണ് വരിക. പ്ലസ് സി. ഓക്കെ, നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ ഓക്കെ നമുക്ക്
ഈ ഒരു റൂൾ 5ന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നാച്ചുറൽ ലോഗ് ഇന്റഗ്രൽ 3 × 4x 3 dx. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? a raised to kx, അതായത് 3 raised to 4x divided by 4 into natural log 3 plus c. ഓക്കെ, ഇങ്ങനെയാണ് എഴുതാം. 3 × 4x divided by 4 into natural log 3 plus c എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഒരു റൂളാണ്, 6ാമത്തെ റൂളാണ്. ദ ഇന്റഗ്രൽ ഓഫ് എ നാച്ചുറൽ എക്സ്പോണന്റ് ഫംഗ്ഷൻ ഈസ്, നാച്ചുറൽ എക്സ്പോണന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ റൂൾ എങ്ങനെയാണ്? ഇന്റഗ്രൽ ഓഫ് നോക്കോട്ടോ, റൂൾ 6ാമത്തെ റൂളാണ് പറയുന്നത്. റൂൾ 6 ആണെങ്കിൽ എങ്ങനെ വരും? റൂൾ 6 ആണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് e raised to kx dx. ഓക്കെ, kx dx ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് e raised to kx divided by k plus c. ഓക്കെ, ഇങ്ങനെയാണ് വരിക. അതായത് 6ാമത്തെ റൂൾ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് എ നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ഇന്റഗ്രൽ e raised to kx into dx ആണെങ്കിൽ e raised to kx divided by k plus c ആണ് വരിക. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇന്റഗ്രൽ 12 e raised to minus 4x dx equal to, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12 e raised to minus 4x divided by a minus 4 plus c. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് റൂളാണ്, നമുക്ക് 6ാമത്തെ റൂൾ പറഞ്ഞു. ഇനി 7ാമത്തെ റൂളാണ് ദ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ ഓഫ് ഇന്റഗ്രേഷൻ. ദ ഇന്റഗ്രൽ ഓഫ് ദ കോൺസ്റ്റന്റ് ടൈം എ ഫംഗ്ഷൻ ഈക്വൽസ് ടു ദ കോൺസ്റ്റന്റ് ടൈം ഓഫ് ഇന്റഗ്രൽ ഓഫ് ദ ഫംഗ്ഷൻ. അതായത് നമ്മൾ ഇക്വേഷൻ രൂപത്തിൽ പറയുകയാണെങ്കിൽ റൂൾ 7 പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ k into f of x dx equal to k into integral of f of x dx. ഓക്കെ, f of x dx, അതായത് നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇന്റഗ്രലിനെ പുറത്തിട്ടാലും ഇങ്ങനെ ഇട്ടാലും സെയിം ആണ് വാല്യൂ എന്നാണ് 7th റൂൾ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? 8ാമത്തെ റൂളാണ് ദ സം വാല്യൂ ഓഫ് ദ ഇന്റഗ്രേഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇന്റഗ്രൽ ഓഫ് ദ സം ഓർ ഡിഫറൻസസ് ഓഫ് 2 or more functions ഈക്വൽ ദ സം ഓർ ഡിഫറൻസസ് ഓഫ് ദെയർ ഇന്റഗ്രൽസ്. അതായത് നമ്മൾ സം അതേപോലെ തന്നെ ഡിഫറൻഷിയേറ്റീവിന്റെ റൂളാണ് പറയുന്നത്. റൂൾ 8 ആണ്. എങ്ങനെയാണ് പറയുന്നത്? ഇന്റഗ്രൽ of f of x plus gx all raised to into dx equal to dx. അതായത് ഇന്റഗ്രൽ ഓഫ് f of x plus gx into dx equal to ഇന്റഗ്രൽ ഓഫ് f of x dx plus integral of g of x dx. ഓക്കെ, അഡീഷന്റെ കേസ് ആകുമ്പോൾ സബ്സ്ട്രാക്ഷൻ്റെ ആകുമ്പോൾ മൈനസ് നെഗറ്റീവ് സംഭവം വരും. റൂൾ 9, നെക്സ്റ്റ് റൂൾ 9 ആണ് പറയുന്നത് ദ നെഗറ്റീവ് റൂൾ ഓഫ് ഇന്റഗ്രേഷൻ. ദ ഇന്റഗ്രൽ ഓഫ് ദ നെഗറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഈക്വൽ ടു ദ നെഗറ്റീവ് ഓഫ് ദ ഇന്റഗ്രൽ ഓഫ് ദ ഫംഗ്ഷൻ. നെഗറ്റീവ് ഫംഗ്ഷൻ വരുമ്പോൾ എങ്ങനെയാണ്? റൂൾ 9 എന്താണ് പറയുന്നത്? റൂൾ 9 പറയുന്നത് ഇന്റഗ്രൽ ഓഫ് മൈനസ് f of x dx equal to minus of integral f of x into dx. ഇതിന് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളിവിടെ ഒരു കോൺസ്റ്റന്റിന്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ ഈ മൈനസ് പുറത്ത് കിട്ടാലും അത് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇന്റഗ്രൽ ഓഫ് -1/4
dx മൈനസ് 1/4 dx എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? മൈനസ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1/4 dx എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാം. അതിന് നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ വരും? മൈനസ് 1/4 x പ്ലസ് സി എന്ന് വരും. എബോവ് എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഏതൊക്കെ റൂൾസ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് റൂളും 9th റൂളും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ ഓഫ് 10x raised to 6 plus 4x raised to 4 plus 6x into dx ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ ഓഫ് 10x raised to 6 plus 4x raised to 4 plus 6x into dx എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മളത് ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 10x സ്ക്വയർ ഇന്റഗ്രൽ ഓഫ് ആദ്യം നമ്മൾ 10 into integral of x raised to 6 10 into integral of x raised to 6 into dx plus എന്ത് ചെയ്യണം? 4 into integral of x raised to 4 dx plus 6 into integral of x into dx plus c. ഓക്കെ, ഇങ്ങനെ വരും. ഇതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? ഈക്വൽ ടു 10 ഇൻറ്റു നമ്മൾ പവർ റൂൾ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു? 10 ഇൻറ്റു എങ്ങനെ ചെയ്യണം? 10 ഇൻറ്റു 1/7 ഇൻറ്റു എക്സ് റേസ് ടു 7. ഓക്കെ, എക്സ് റേസ് ടു 7 പ്ലസ് എങ്ങനെ ചെയ്യണം? 4 ഇൻറ്റു 1/5 x raised to 5 plus 6 into 1/2 into x raised to 2. Okay, x raised to 2 plus c ഇങ്ങനെ വരും. ഓക്കെ, ഇനി നമ്മൾ അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ 10/7 x raised to 7 പ്ലസ് 4/5 x raised to 5 പ്ലസ് 6/2 x raised to 2 പ്ലസ് c. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് ആൻസർ വരിക. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള റൂൾ 7, റൂൾ 8 ആൻഡ് റൂൾ 3 ആണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഫംഗ്ഷന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 റൂൾസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. റൂൾ 7, റൂൾ 8 ആൻഡ് റൂൾ 3 ആണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് വൺ ഓഫ് ദ ടെക്നിക്സ് ഓഫ് transforming a complex integrand into a standard form to use the standard rules of integration. ഇന്റഗ്രേഷന്റെ സ്റ്റാൻഡേർഡ് റൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രൻറ്റിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേഷന്റെ സ്റ്റാൻഡേർഡ് റൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രൻറ്റിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ്, അതിന്റെ ഒരു ഫോർമുലയാണ് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു, നമ്മൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പറയുന്നത്. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിലൊരു ഫോർമുല എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് യു ഇൻറ്റു ഡി യു ഡിവൈഡഡ് ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിലെ ഒരു ഫോർമുലയാണ് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് യു ഇൻറ്റു ഡി യു ഡിവൈഡഡ് ബൈ ഡി എക്സ്
ഇൻറ്റു ഡി എക്സ് എന്നുള്ളത്. ഇനി വേറൊന്നാണ് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് equal to f of x into dx equal to integral of u into du equal to f of u plus c. That means നമ്മുടെ ഇന്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂഷനിൽ സെക്കൻഡ് ഇക്വേഷൻ വരുന്നതാണ്, ഫോർമുല വരുന്നതാണ് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് യു ഇൻറ്റു ഡി യു ഈക്വൽ ടു എഫ് ഓഫ് യു പ്ലസ് സി എന്നുള്ളത്, പ്ലസ് സി. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ഡിറ്റർമൈൻ ദ ഇന്റഗ്രൽ ഓഫ്, നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യലാണ്. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇന്റഗ്രൽ തന്നിട്ടുണ്ട്. ഇന്റഗ്രൽ ഓഫ് 6x square plus 4 divided by 8x cube plus 16x plus 16x. അപ്പൊ നമുക്ക് എങ്ങനെ ലെറ്റ് യു ഈക്വൽ ടു, നമ്മൾ ഇതിലെ ലെറ്റ് യു ഈക്വൽ ടു നമ്മൾ യുവിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, 8 ക്യൂബ് ഇതായിട്ട് കൺസിഡർ ചെയ്യാം. 8x ക്യൂബ് പ്ലസ് 16x എന്നുള്ളത് യു ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഡി യു ഡിവൈഡഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു എങ്ങനെയായിട്ട് നമുക്ക് എഴുതാം, അതിനെ ഡി യു ഡിവൈഡഡ് ബൈ ഡി എക്സിനെ നമ്മൾ 24x സ്ക്വയർ പ്ലസ് 16 എന്ന് വരും. 24x സ്ക്വയർ പ്ലസ് 16 എന്ന് വരും. അങ്ങനെ നമുക്ക് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഡി എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഡി യു ഡിവൈഡഡ് ബൈ 24x സ്ക്വയർ പ്ലസ് 16 വരും. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 6x square plus 4 into u minus 1 into du divided by 24x square plus 16. ഓക്കെ, അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ 1/4 or into u minus 1 into du ഇങ്ങനെ വരും. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരാം, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/4 into ഇന്റഗ്രൽ ഓഫ് u minus 1 du ഈക്വൽ ടു എങ്ങനെ വരും, 1/4 or നാച്ചുറൽ ലോഗ് u പ്ലസ് സി എന്ന് വരും. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും, ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/4 നാച്ചുറൽ ലോഗ് n into 8x cube plus 16x plus c. അതായത് നമുക്ക് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്കൊരു ചെയ്യാൻ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫോർമുല തന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ആദ്യം നമ്മൾ യു എന്നുള്ളത് 8x ക്യൂബ് പ്ലസ് 6x ആണെന്ന് കൺസിഡർ ചെയ്യും. എന്നിട്ട് നമ്മൾ ഡി യു ഡിവൈഡഡ് ബൈ ഡി എക്സ് ചെയ്യും. അതായത് നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ ഡി യു ഡിവൈഡഡ് ബൈ ഡി എക്സ് ചെയ്യുമ്പോൾ 24x സ്ക്വയർ പ്ലസ് 16 എന്ന് കിട്ടും. എന്നിട്ട് ഡി എക്സ് എഴുതും, ഡി യു ഡിവൈഡഡ് ബൈ 24x സ്ക്വയർ പ്ലസ് 16 ആണ് ഡി എക്സ്. നമ്മളത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും, 1/4 into ഇന്റഗ്രൽ ഓഫ് യു മൈനസ് 1 ഡി യു എന്ന് വരും. നമ്മളത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/4 നാച്ചുറൽ ലോഗ് മോഡ് യു പ്ലസ് സി എന്ന് വരും. നമ്മളത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മളെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ 1/4 നാച്ചുറൽ ലോഗ് മോഡ് 8x ക്യൂബ് പ്ലസ് 16x പ്ലസ് സി എന്ന് വരും. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്, ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇന്റഗ്രൽ എന്താണ്, ഇന്റഗ്രേഷൻ എന്താണ്, അതിന്റെ റൂൾസ് എന്താണ്, അതേപോലെ തന്നെ ഇതിൽ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് യൂണിറ്റിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.